വടകരയുടെ കത്തയുടെ നാടായ കത്താനം ദേശത്ത് നീലമേൽ സുരേഷനും രജനികാന്തിനും ദത്ത് സിന്ധുവിനും ജെ.കെ. പപ്പുവർത്തിനും പിച്ചു പൈച്ചു കൂട്ടായ്മ കൂട്ടായി 1 2 3 ലോകോ നേർക്കയറിക്കേട്ടലും ചിരിച്ചുകൂടി ഞങ്ങളുടെ കറ്റാനം റോട്ടറി ക്ലബ് വന്നു പോയവരൊക്കെ സന്തോഷം കൂട്ടി കൈത്താങ്ങങ്ങൾ നമുക്കായി നാളെയുണ്ടോ സമാധാനത്തിൻ ശീലങ്ങൾ നബിയുടെ വാക്കുകൾ കൊണ്ട് ആഘോഷിക്കും നമുക്ക് സ്നേഹമാർന്ന ഈദിന്റെ ഈ നാൾ. ആദ്യമായിട്ട് നമുക്കറിയാം ഗൾഫ് കൺട്രിയിലൊക്കെ പോയി ഉണ്ടായ അനുഭവങ്ങളോട് പറയാണ്. വളരെ സംശുദ്ധതയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും രാമകൻ അവര് വ്രതമനുഷ്ഠിച്ച് അത്രയ്ക്ക് തീവ്രമായി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്, ഒരു സെലിബ്രേഷനാണ് ഇത്. മുഹമ്മദിന്റെ സ്വപ്നത്തിൽ വന്നത് അള്ളാഹു പറഞ്ഞു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്താണോ അത് എനിക്ക് തരണോ. അതായത് പുള്ളിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്മയിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി ജനിക്കുന്നത്. അത് ഇസ്മയിൽ നിന്നാണ് ഈ മലയാളത്തിലെല്ലാം കിടക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാനത് ചുമ്മാ ഇപ്പോഴത്തെ യൂട്യൂബിൽ അടിച്ചു നോക്കി. വിങ്ങാൻ അത് മാറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ ആരും ചെയ്യില്ല എന്നുള്ള പ്രവൃത്തിയോടുകൂടി ഞാൻ ഓരോരുത്തരെയും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ പ്രത്യേകം പേര് പറഞ്ഞ സ്വാഗതം എന്ന് ആശംസിക്കുന്നില്ല. എങ്കിലും അതിനത് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ മൈക്ക് ശ്യാമിന് കൈമാറുന്നു. പ്രസിഡന്റ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സെലിബ്രേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഇല്ലത്തിന് ഒരു 525 വർഷം പഴക്കമുണ്ട്. ഈ ഇല്ലത്തിന് ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സെലിബ്രേഷൻ മാക്സിമം നമുക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ലൊരു വിജയമാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് തന്നേക്കുന്ന ഉത്തരവാദിത്വം ഈ നമ്മുടെ എന്താണ് ഈദ് അല്ലെ ബക്രീദ് എന്ന് പറയാൻ വേണ്ടിയാണ്. ബക്രീദിനെ പറ്റി കൂടുതൽ കാര്യമായി വിവരിക്കുന്നത് ഖുർആനിലല്ല, ബൈബിളിലാണ്. ബിബ്ലിക്കിലാണ് ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നിട്ടുള്ള അബ്രഹാമിനെയും ഇസ്ഹാക്കിനെ പറ്റി പറയുന്നത് സാറായിക്ക് മക്കളുണ്ടാകാതിരുന്ന് വളരെ കാലം കൂടി ഉണ്ടായ മകനാണ് ഇസ്ഹാക്ക്. ആ ഇസ്ഹാക്കിന് ഒരു ദിവസം രാത്രിയില് അബ്രഹാം സ്വപ്നത്തില് യഹോവ
അന്ന് ഖുർആൻ ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിളിനകത്ത് പറയുന്നത് ബിബ്ലിക്കലായിട്ട് വന്ന് പറയുമ്പോൾ ഇസഹാക്കിന്റെ മകനുണ്ടായതിനു ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം ഇസഹാക്കിന്റെ മകനുണ്ടായതിനു ശേഷം അബ്രഹാമിനോട് യഹോവ ആവശ്യപ്പെടുന്നു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നിനക്ക് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത്, അത് നീ എനിക്ക് ദാനം ചെയ്യണം, ബലിയർപ്പിക്കണം. ഇസഹാക്ക് ആലോചിച്ചപ്പോ അബ്രഹാം ആലോചിച്ചപ്പോ ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട മകൻ, വളരെ വാർദ്ധക്യത്തിലുണ്ടായ മകൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മാതാവായ സാറായോട് പോലും ആലോചിക്കാതെ ഈ ഇസഹാക്കിനെ വലിയൊരു മലമുകളിലേക്ക് എബ്രഹാം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തിനാണെന്ന് ഇസഹാക്കിനോടും പറയുന്നില്ല. അവിടെ വലിയൊരു ബലിത്തറ ഒരുക്കിയിരുന്നു. ആ ബലിത്തറയിൽ സ്വന്തം മകനെ കിടത്തി വാളൂരുന്നു, വെട്ടാൻ, അത് ദാനം കൊടുക്കാൻ, ബലിയർപ്പിക്കാൻ ഇസഹാക്ക് തയ്യാറാകും, എബ്രഹാം തയ്യാറാക്കുന്നു. ഒപ്പം യഹോവ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ വലിപ്പം, അല്ലെങ്കിൽ നീ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ അത് ചെയ്തു കഴിഞ്ഞു, നീ നിനക്ക് ആ ബലിയുടെ ആവശ്യമില്ല, നീ ഒരു ആടിനെ കൊന്ന് നീ ബലി അർപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഈ ആടിനെ ബലിയർപ്പിച്ചിട്ടാണ് ഇസ്ഹാക്കിന് മകനെ ഇസ്ഹാക്ക് എന്ന് പറഞ്ഞ മകനെ അബ്രഹാമിന് തിരിച്ചു കൊടുത്തു. അത് പിന്നീട് അതിന് ആഘോഷമായിട്ട് മാറുകയും അത് ബക്രീദ് എന്നതിൽ പിന്നീട് പിൽക്കാലത്ത് വന്ന ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി അതിന് പുതിയ പുതിയ വേർഷൻസ് ഉണ്ടായി, അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുണ്ടായി. അതിനുശേഷമാണ് ഈ ബക്രീദ് മുസ്ലിംസ് കമ്മ്യൂണിറ്റിയുടെ മാത്രം ഒരു ആഘോഷമായിട്ട് മാറുന്നത്. അതിനു മുമ്പ് ഇത് ബിബ്ലിക്കലായിട്ട് പറയുമ്പോൾ ഇത് യഹൂദന്മാരും ആഘോഷിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ബലിപ്പെരുന്നാൾ. ബക്രീദ് എന്ന് പറയുന്നത് ബലിപ്പെരുന്നാളാണ്. അതിനുശേഷം അബ്രഹാമിന് ഒരു സന്തതി കൂടി ഉണ്ടായി. സാർ പറഞ്ഞ പേര് മാറി പറഞ്ഞതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല. സാർ പറഞ്ഞ വളരെ കറക്റ്റ് തന്നെയാണ്. ബലി കൊടുത്തേക്കുന്നത് സ്വന്തം മകനെ ബലി കൊടുക്കാൻ കാണിച്ച ആ ഒരു ഔന്നത്യം, ആ ഒരു ദൈവത്തിനോടുള്ള അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം ചേർന്ന് സ്വന്തം മകനെ തന്നെ കൊടുക്കാനാണ്. ഇസ്മായിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദ്യം മക്കളുണ്ടായിരുന്നപ്പോൾ യഹോവയുടെ നിർദ്ദേശാനുസരണം തന്നെ ദാസിയിലുണ്ടായ ഒരു പുത്രനായിരുന്നു ഇസ്മായിൽ. അപ്പോൾ സാറ സ്വാഭാവികമായിട്ടും 2 സ്ത്രീകളെ, ഒന്ന് യജമാനത്തി, ഒന്ന് അവരുടെ ദാസിക്കുണ്ടായ മകനെ സാറ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അപ്പോ സാറ വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങളൊക്കെ നടത്തി ഇസ്മായിലിനെയും അമ്മയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് മരുഭൂമിയുടെ ഉള്ളറകൾ തുറന്ന് ജലം പുറത്തേക്ക് യഹോവ അവർക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതിനെയാണ് സംസം വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിംസ് ആ സംസം വാട്ടറിനെ വളരെ അവരുടെ പേരുകളുടെ ഹോട്ടലിന് പേരിടാറുണ്ട്. സംസം വാട്ടറിനെ വളരെ വിശദമായിട്ട് കാണുന്നുണ്ട്. ആ വാട്ടർ ആ വെള്ളം ഇപ്പോഴും സൗദി അറേബ്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ വിശുദ്ധമായിട്ട് കൊണ്ടു നടക്കുകയും അതിനെ ആരോഗ്യത്തിനും പിന്നെ രോഗനിവാരണത്തിനും ഒക്കെ വേണ്ടി വാട്ടർ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഇസ്മായിലിന്റെ സന്തതി പരമ്പരയാണ് നിന്നെയും ഞാൻ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ സമൂഹമാക്കി മാറ്റുമെന്ന് യഹോവ വാഗ്ദാനം കൊടുത്തനുസരിച്ചിട്ടാണ് വലിയൊരു സമൂഹം പിന്നീട് യഹൂദന്മാർക്ക് എതിരായിട്ടും ഇതൊക്കെയായിട്ട് വളർന്നു വന്ന വലിയൊരു സമൂഹമായിട്ട് മാറിയത് എന്നാണ് എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നത്. ബൈബിൾ വായിച്ചിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുന്നത്. പിന്നീടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി ഉണ്ടാവുകയും ജീസസ് ക്രൈസ്റ്റിന് ശേഷം മുഹമ്മദ് നബി ഉണ്ടാവും. 2 സെമിറ്റിക് മതങ്ങൾ, 2 ബുക്കുകളെ ആധാരമാക്കി, പുസ്തകങ്ങളെ ആധാരമാക്കി വർഷിപ്പിക്കുന്ന 2 മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റി, മുസ്ലിം. ഈ 2 മതങ്ങളും 2 ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെ വിശ്വാസങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 2 സെമിറ്റിക് മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റി. അപ്പം ജീസസ് ക്രൈസ്റ്റ് ആണ് ആദ്യം പ്രോഫറ്റായിട്ട് വരുന്നത്. ഇപ്പോഴും മുസ്ലിം വിശ്വാസം അനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ പ്രോഫറ്റ്. ജീസസ് ക്രൈസ്റ്റിനെ അവരും ഒരു പ്രോഫറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത്. അപ്പോ ഈ ക്രിസ്മസ്, ഈ ഈദിന്റെ സന്ദേശം ഇതേ ഉള്ളൂ. എന്താണ് നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ സമർപ്പിക്കേണ്ടത്?
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിലെ നമ്മൾ സ്വത്രാഴ്ച എന്ന് പറയും എടുക്കാത്ത നോട്ടുകൾ കൊണ്ടിടുന്ന സ്ഥലമാകരുത്. നമുക്ക് ഏറ്റവും വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അംഗീകാരത്തോടു കൂടി സ്നേഹിക്കുന്ന വസ്തുക്കളെ ദൈവത്തിന് കൊടുത്താൽ ദൈവം അതിലേറെ തിരിച്ച് നമുക്ക് തരുന്ന സാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത് നമ്മുടെ സമർപ്പണത്തിന്റെയും കൂടി ഭാഗമാണ്. ബക്രീദ് ഒരു സമർപ്പണത്തിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ ഈ അചഞ്ചലമായ വിശ്വാസം, കാരണം അദ്ദേഹം വിചാരിച്ചത് ഇസാക്ക് എന്ന് പറഞ്ഞ മകനെ കൊടുക്കണമെന്ന ഉദ്ദേശം തന്നെയാണ് അദ്ദേഹം ബലി അർപ്പിക്കാൻ വേണ്ടി വാളും ഒക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷെ സമയത്ത് തന്നെ യഹോവ പ്രത്യക്ഷനാവുന്നു. എബ്രഹാമിനോട് പറയുന്നു, എന്റെ വിശ്വാസം നീ എന്നെയും നിന്നെയും എല്ലാവരെയും രക്ഷിക്കും. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ഭാഗമാണ് ബക്രീദ്. അപ്പൊ നമുക്ക് പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആത്മസമർപ്പണം നടത്തുകയും ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ചും സുനിശ്ചയില്ലാത്ത സാഹചര്യത്തിൽ അത് സെക്രട്ടറി എടുത്ത് അതെ ആ ഒരു സുരക്ഷ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈദിന്റെ നമസ്കാരവും ഈദിന്റെ സമർപ്പണത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. സ്നേഹത്താൽ പൂർണ്ണമാത് ക്ലബ് മാവേലിക്കര സഹോദര ക്ലബ് കായംകുളം ഞങ്ങളുടെ സ്വന്തം ഹരിപ്പാട് ആലപ്പുഴ മുട്ടം ഞങ്ങളുടെ കറ്റാനം റോട്ടറി ക്ലബ് വന്നു പോയവരൊക്കെ സന്തോഷം കൂട്ടി. രാവിലെ
പുലരിയില്ലാത്തരാവുകൾ പുലരിച്ചാലും നിന്നുമ കൂട്ടായ്മയുടെ കുരുമ്പിൽ സ്നേഹത്താൽ പൂർണ്ണ ഞങ്ങളുടെ കാറ്റാനം റോട്ടറി കബ് വന്നു പോയവരൊക്കെ സന്തോഷം കൂട്ടി. അടുത്തായി നമുക്ക് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ടുപേർക്ക് നമ്മൾ പ്രത്യേകം നന്ദി പറയണം. ഒന്ന് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ സുനീഷ മാമാണ് നമുക്ക് വേണ്ടി മട്ടൺ റോസ്റ്റ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ മന്തി, പ്രോൺ റോസ്റ്റ്, കപ്പ, ഫിഷ് കറി, പൊറോട്ട, അരിപ്പത്തിരി, നെയ്പത്തിരി, അപ്പോൾ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ഉണ്ടാക്കും എന്ന് പറയുന്നത്, പിന്നെ പഴംപൊരി. ഈ ഇത്രയും ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുവാണ്, ഈവൻ പൊറോട്ട പോലും. അതുകൊണ്ടായിരിക്കാം താമസിക്കുന്നത്. പിന്നെ രണ്ടാമത് നന്ദി പറയേണ്ടത് നമ്മുടെ വിനീത മാമാണ്. പുള്ളിക്കാരിയാണ് ഈ ഒപ്പനയ്ക്ക് വേണ്ടി ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പ്രപ്പോസൽ ഇട്ടപ്പോൾ തന്നെ ആൾക്കാരെ കോഡീകരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഫസ്റ്റ് അറ്റൻഡാണ്. തെറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാമിൽ പോവാം. അനിക്കുട്ടി നമ്മുടെ ഋതുനന്ദിനിയും കൂടെ ചേർന്ന് ഉള്ള ഒരു ചെറിയൊരു ഡാൻസാണ്. എല്ലാവരും ഒന്നോ ഓക്കെ കണ്ടില്ല. ഒരു കാട്ടിൽ ഒരു കുരങ്ങൻ ചാടി ചാടി നടക്കുകയായിരുന്നു. മരച്ചില്ലികൾ ചോടും ചാടി ചാടി നടക്കുകയായിരുന്നു. ചാടി ചാടി നടക്കുമ്പോഴാണ് അവൻ മരത്തിൽ നിന്നൊടിഞ്ഞ് താഴെ വീണത്. കിളികൾ പോയി നോക്കിയപ്പോൾ അവൻ താഴെ വീണ് കണ്ടു. അവൻ പറഞ്ഞു, അയ്യോ എന്റെ വാല് പോയേ എന്ന് പറഞ്ഞു. കിളികൾ പറഞ്ഞു, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യര് പോയി കാണിക്കുന്നു പറഞ്ഞു. കുരങ്ങൻ വൈദ്യരിന്റെ വീടിന്റെ വാതിലിൽ പോയി പറഞ്ഞു, വൈദ്യരെ ഒന്ന് വേഗം വാതില് തുറക്കൂ എന്ന് പറഞ്ഞു. വൈദ്യര് വന്ന് വാതില് തുറന്നു. വാതില് തുറന്ന്
എല്ലാവരും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാതെ എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാതെ ആർക്കും പറയാം. എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല. ആർക്കും സത്യമാണ്. നിലവല്ല എല്ലാത്തിനും പിടിക്കുകയാണ്. എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല. ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് കാണാം, സൂര്യപ്രകാശത്തിൽ കാണാം. ഓക്കെ, എപ്പോഴും തറയില്ല, ഭിത്തിയിലും വരും. ഇല്ല. ഇന്ന് നിനക്ക് പ്രൈസ് കിട്ടി. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു മോഹങ്ങളും കൃഷ്ണത്തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുവിലെത്താൻ. കൃഷ്ണത്തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുവിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാൻ മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. പൂജക്കെടുക്കാത്ത മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ിലെ
മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, എന്തിനൊരാളുടെ കണ്ണീർ വീണതോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണതോ, എന്നിരുന്നാലും അറിയണുണ്ടേ. ബില്ലാമൻ പരിവാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോരേ റഹ്മാനേ, പെരിയോരേ റഹീം, പെരിയോരേ റഹ്മാനേ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയോടെ നോക്കും കരച്ചിലും പുഞ്ചിരിയും കുഴിയും കുവിലത്തിൽ വെളിച്ചമാണുള്ളിങ്ങിരുട്ടറയിൽ ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണെന്നോട് കൽവിൽ മറുപ്പറമ്പിൽ. പെരിയോരേ റഹ്മാനേ, പെരിയോരേ റഹീം, പെരിയോരേ റഹ്മാനേ, പെരിയോരേ റഹീം. ദൈവാനിൻ തീരങ്ങൾ തെളിയുന്നു, കനത്ത ലോകം നാമണയുന്നു, ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും ചിരികളാരും പറയുന്നു എന്റെ കൈപ്പൊന്നു, പുതിയ ജന്മം ഇതാണു പരദീസ. നെഞ്ചോരം മോഹങ്ങൾ നിറയുമ്പോൾ നാം എല്ലാവരും ീന കാണി
ഞങ്ങളുടെ കക്കാനം റോട്ടറി ക്ലബ് വന്നു പോയവരൊക്കെ സന്തോഷം കൂട്ടി.
ദിനം ആഘോഷത്തിൻ ഇതിന്റെ പുത്തൻ പുഞ്ചിരി കറ്റാനും റോട്ടറി ക്ലബ് അംഗങ്ങൾ ഒന്നുമിച്ച് കൂടിയ ആഘോഷം